എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കാം. പനിക്കൂർക്ക എല്ലാവരുടെ വീടുകളിലും പനിക്കൂർക്ക നട്ടുപിടിപ്പിക്കണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, നമ്മുടെ ആരോഗ്യം നമ്മളാൽ സംരക്ഷിക്കപ്പെടണം. ഒരു ഡോക്ടറും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഡോക്ടറെ സമീപിക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ പച്ചമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടുവൈദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അനുയോജ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. പനിക്കൂർക്കയുടെ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഒന്ന്, അതിന്റെ ബൊട്ടാണിക് നെയിം, അതുപോലെ തന്നെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങള്, അതിന്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം. ഈ 3 കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ബൊട്ടാണിക് നെയിം കോലിയസ് അംബോയിനിക്കസ് എന്നാണ് അതിന്റെ ബൊട്ടാണിക് നെയിം. കോലിയസ് അംബോയിനിക്കസ് എന്നാണ് ബൊട്ടാണിക് നെയിം. ഔഷധയോഗ്യ ഭാഗം ഏതൊക്കെയാണെന്ന്, ഇലയും തണ്ടുമാണ് ഔഷധയോഗ്യ ഭാഗം. ഇലയും തണ്ടുമാണ് ഔഷധയോഗ്യ ഭാഗം. അത് പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പനി, ജലദോഷം, കഫക്കെട്ട്, ഇത് 3 കാര്യത്തിലാണ് ശരിക്കും പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ. ഇലയും അതുപോലെ തന്നെ പനി, ജലദോഷം, കഫക്കെട്ട്, ഇതിന്റെ ഔഷധയോഗ്യ ഭാഗം ഏതെന്ന് വെച്ചാൽ ഇല വാട്ടിപ്പിഴിഞ്ഞാണ് നീര് കൊടുക്കും. ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കുകയാണ്, നമ്മൾക്ക് നീര് കൊടുക്കുകയാണ് ചെയ്യണം, നീര് കുടിക്കണം. പിന്നെ മൂക്കടപ്പും ശ്വാസതടസ്സം പോലെയുള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ മാറ്റാനായിട്ട് പനിക്കൂർക്ക ഇല തിളപ്പിച്ച് ആവി പിടിക്കും. അത് മൂക്കടപ്പും ജലദോഷമൊക്കെ എന്തെങ്കിലും നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ മൂക്കടപ്പും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ 100% മാറും എന്നുള്ളതാണ്, സംശയമില്ല. നമുക്കെന്ന് വെച്ചാൽ ഇതിന്റെ ഇല എടുത്ത് ആവി പിടിക്കുകയാണ് ചെയ്യണത്. ആവി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ രോഗം മാറും. പിന്നെ ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപിചന്ദനാദി ഗുളിക, അതേപോലെ പുളിലേഹ്യം, ചുക്ക് കാപ്പി പ്രധാന ചേരുവയായിട്ട് ഉപയോഗിക്കുന്നത് ഈ പനിക്കൂർക്കയുടെ ഇലയും തണ്ടുമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ഗോപിചന്ദനാദി ഗുളിക, അതേപോലെ പുളിലേഹ്യം, ചുക്ക് കാപ്പി. ഇതിന്റെ പ്രധാന ചേരുവയും ഈ പറയുന്ന രീതിയിൽ പനിക്കൂർക്കയുടെ ഇലയും തണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നമ്മളുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചുപിടിക്കുക എന്നുള്ളതാണ്. ചെടി സംസ്കാരം മാറ്റി പച്ചക്കറികളും അതുപോലെ തന്നെ പച്ചമരുന്നുകളും ഔഷധ സസ്യങ്ങളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.